ചൈനയോട് നമ്മളിപ്പോൾ കൂട്ടുകൂടിയിരിക്കുകയാണ്. ഇൻഫാക്ട് ചൈനയാണ് ഇങ്ങോട്ട് വന്ന് നമ്മളോട് കൂട്ടുകൂട്ടണമെന്ന് പറഞ്ഞത്. കാരണം ചൈനയ്ക്ക് ഇന്ത്യ ആവശ്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ 100% താരിഫ് ചൈനയ്ക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്തുവെങ്കിലും ഇന്ത്യ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഭീകരവാദവും വെള്ളവും, അതായത് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഇന്ത്യ കൃത്യമായി ചൈനയ്ക്കും താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടുകൂടിയെങ്കിലും ചൈനീസ് അതിർത്തിയിലെ LACക്ക് സമീപം കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. സൈനികർക്കായി വെടിമരുന്ന് സംഭരണ, ആശയവിനിമയ ശൃംഖല, അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് കേന്ദ്ര വന്യജീവി സമിതി പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഈ അംഗീകാരം ലഭിച്ചാൽ ചൈനീസ് അതിർത്തിയിലെ സൈനികർക്ക് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വിതരണം ചെയ്യുന്നത് എളുപ്പമാകുമെന്നുള്ളതാണ്. ഒരു വലിയൊരു സംഘർഷം വരികയാണെങ്കിൽ സൈനികരെ എത്രയും വേഗം ആ സംഘർഷഭൂമിയിലേക്ക് ഫുൾ പാക്ഡ് ആയിട്ട് ഇറക്കിവിടാനായി സാധിക്കുമെന്നുള്ളതാണ്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ചാങ്താങ് ഹൈ ആൾട്ടിറ്റ്യൂഡ് വന്യജീവി സങ്കേതത്തിലും കാരക്കോറം നുബ്ര ഷോക്ക് വന്യജീവി സങ്കേതത്തിലുമാണ് സൈന്യത്തിനായുള്ള സംഭരണ, ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക. ദാരുഗോള സൈന്യത്തിന്റെ വ്യാപ്തി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പുതിയ ഘടനയുടെ ലക്ഷ്യം. ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ കാലമായി സൈനിക സംഘർഷം നിലനിന്നിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ഏകദേശം 54 മാസത്തോളം നീണ്ടു നിന്നു എന്നുള്ളതാണ്. 2020 മെയ് മാസത്തിൽ ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുടെ ആക്രമണത്തിന് ശേഷമാണ് ഇത് പ്രധാനമായും വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തർക്കം ശാന്തമായി. എന്നിരുന്നാലും ചൈന തങ്ങളുടെ സൈനികരെ വളരെ കുറച്ചു ദൂരം മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ എന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അതിർത്തിയിലെ ജാഗ്രതയുടെ ഭാഗമായി സൈന്യത്തെ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇന്ത്യ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരുക്കുന്ന വലിയ സൗകര്യത്തിൽ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ വന്യജീവി സങ്കേതത്തിന് ഒരു കേടുപാടുകളും വരില്ല എന്ന് ഉറപ്പുവരുത്താനും കേന്ദ്രം ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.